പ്രോഗ്രാം നമ്പർ 44. ബാലാമണിയമ്മ എന്ന അമ്മ. ഓ രാജഗോപാൽ. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രിയപ്പെട്ടവരെ, 44 പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. പക്ഷേ ഒരു വ്യക്തിയുടെ മുന്നിൽ ഇത്രയും വിസ്മയത്തോടെ ഞാൻ നിന്നത് എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല. നമുക്ക് തുടങ്ങാം. കുളൂസ് പറങ്ങോടൻ്റെ ഏട്ടൻ ഹൈക്കുളൂസ് കുട്ടിണി എന്ന കഥാപാത്രം ഏത് പുസ്തകത്തിലേതാണ്? ആയിടെ പുറത്തിറങ്ങിയതും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചതുമായ ഒരു നോവലിനെ കുറിച്ചായിരുന്നു. എല്ലാ മാസവും സ്കൂൾ ലാബിൽ വെച്ച് ഞാൻ കുട്ടികൾക്ക് നടത്തിക്കൊണ്ടിരുന്ന സാഹിത്യ ക്വിസ്. അതിലൊരു ചോദ്യമായിരുന്നു ഇത്. കേൾക്കുന്നവർക്ക് ഈ ചോദ്യം അല്പം അലോസരം ഒക്കെ ഉണ്ടാക്കുന്നതാണെങ്കിലും ആദവനാട്ട് നിന്ന് കുന്നും മലകളും പാടങ്ങളും താണ്ടി ചിരിച്ചുകൊണ്ട് സ്കൂളിലെത്താറില്ല പൊറ്റമ്മൽ ശ്രീകുമാരന് ഇത്തരം ചോദ്യങ്ങളൊന്നും അത്ര ഘനമുള്ളതായിരുന്നില്ല. അവനിതെല്ലാം പുല്ലായിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നീടുണ്ടായ ജീവിതയാത്രയിൽ അദ്ദേഹം ചവിട്ടിക്കറിയ 18 പടികളിൽ ഒന്നാമത്തേതായിരിക്കും ഇതെന്ന് ഈ എളിയവൻ ആയ ഞാൻ അഹങ്കരിക്കുന്നു. എൻ്റെ അമ്മ പറയാറുള്ളത് പോലെ എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്നത് ഒരു ചെറിയ കാൽവെപ്പോടെയാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ സുരക്ഷിത സ്ഥാപനമായ BARCയിൽ നിന്ന് തനിക്ക് അഹിതമായത് കണ്ടപ്പോൾ പുല്ലുപോലെ രാജിവെച്ച് പോന്നതും യൂറോപ്പിലെയും അമേരിക്കയിലും മറ്റു ടെക്നോക്രാറ്റുകളെ തൻ്റെ ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരുത്തിയതും മറ്റും അദ്ദേഹത്തിൻ്റെ രാജവീതിയിലെ യാത്രകളിലെ തിളക്കമാർന്ന നാഴികക്കല്ലുകളാണ്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇനിയും ഉണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആട്ടെ, അതിരിക്കട്ടെ. ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അതിലെ നേരത്തെ സൂചിപ്പിച്ച 1-ാം ചോദ്യം കഴിഞ്ഞപ്പോൾ തന്നെ ലാബിൻ്റെ വാതിൽക്കൽ ഞങ്ങളുടെ സ്കൂളിലെ ഏറ്റവും സീനിയറും ബഹുമാന്യനുമായ ദാമോദരൻ മൂസത്ത് മാസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അടുത്തു വന്ന് പറഞ്ഞു, നാളെ നമ്മൾ രണ്ടുപേരും കൂടി ശ്രീമതി ബാലാമണിയമ്മയെ സ്കൂളിലേക്ക് ക്ഷണിക്കാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു. രാവിലെ 7:45 ട്രെയിൻ. കൃത്യസമയത്ത് വരിക. അന്നൊക്കെ ഞങ്ങൾക്ക് സീനിയർ അധ്യാപകരുടെ റിക്വസ്റ്റുകൾ പോലും കല്ലേ പിളർക്കുന്ന കൽപ്പനകളായിരുന്നു. നെല്ലിക്ക പോലെ ആദ്യമൊക്കെ കഴിക്കുമെങ്കിലും പിന്നെ മധുരിപ്പ് തന്നെയായിരിക്കും എന്ന് തീർച്ചയാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങിയ ശേഷം ഹോട്ടൽ ആര്യഭവനിൽ നിന്ന് സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷമാണ് പന്നിയങ്കരയിലുള്ള ബാലാമണിയമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. അന്ന് അവർക്ക് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. പന്നിയങ്കരയിലെ ഭക്തി എന്ന മനോഹരമായ ഭവനത്തിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള മുക്തി എന്ന ചെറിയൊരു ഭവനത്തിലേക്ക് അവർ താമസം മാറ്റുകയായിരുന്നു. കാരണം ഭക്തി എന്ന ഭവനത്തിലേക്ക് വരുന്നത് മാതൃഭൂമിയുടെ പുതിയ അസോസിയേറ്റ് എഡിറ്ററായി ചാർജ് എടുക്കാൻ പോകുന്ന ശ്രീ AP ഉദയഭാനുവാണ്. മാതൃഭൂമി പത്രത്തിന് ഒരു പുതിയ വസന്തം വരികയായിരുന്നു. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഒരു പത്രത്തിൽ കാർഷിക രംഗം എന്ന പുതിയ പദ്ധതി വരികയായിരുന്നു. ഉണക്കപ്പുല്ലിൻ്റെ തീപിടിച്ച പോലെ വളരെ വേഗത്തിൽ ഈ കാർഷിക രംഗം പദ്ധതി ഉത്തരേന്ത്യ പത്രങ്ങളിലേക്കും പടർന്നു. ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന കർഷകർക്ക് ഒരു മേൽവിലാസം വരികയായിരുന്നു. ഡോക്ടർ MS സ്വാമിനാഥൻ മുതലായവരുടെ പ്രോത്സാഹനം കൂടി വന്നതോടെ ഇന്ത്യയുടെ
ഭക്ഷ്യോൽപാദനം തന്നെ വളരെ ഉയർന്നു. കാര്യം ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. വളരെ ലളിതവും ഹാർദവുമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് ബാലാമണിയമ്മയുടെ വീട്ടിൽ ലഭിച്ചത്. ആകാശത്തിന് കീഴെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ഏറെ സംസാരിച്ചു. അതിനിടയിൽ ഞങ്ങളെയൊക്കെ ഏറെ വിസ്മയിപ്പിച്ചുകൊണ്ട് ബാലാമണിയമ്മ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇരുവർക്കും തന്നു. ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത നിമിഷമായിരുന്നു അത്. കോഴിക്കോട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ബാലാമണിയമ്മയെ കാണുകയും പ്രസംഗം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മലയാളം അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യവേ സംസാരത്തിനിടയ്ക്ക് ആദ്യം കമ്പാഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുകയും ഉടനെ തന്നെ സഹാനുഭൂതി എന്ന് തർജ്ജമ ചെയ്ത് പറയുകയും ചെയ്തു. കേരളത്തെപ്പറ്റി പറയവേ അവർ പറഞ്ഞ ആ വാചകം മരിച്ചാലും മറക്കാത്തതാണ്. അതിങ്ങനെയായിരുന്നു: നീലാകാശത്തിൻ്റെ കീഴിൽ നിവർത്തിയിട്ട നാക്കിനെ പോലെ ആണ് കേരളം എന്നുപമിച്ച ആ രംഗം ഞാനിൽ നിന്നല്ല കേട്ടവരാരും തന്നെ മറക്കില്ല. കേവലം ഒരു ദിവസം പോലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഔപചാരിക വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് എന്നറിയുമ്പോഴാണ് അതിൻ്റെ ആഴം ബോധ്യപ്പെടേണ്ടത്. ബാലാമണിയമ്മയുടെ വിദ്യാഭ്യാസം അവരുടെ വീട്ടുകാരിൽ നിന്നും വിശിഷ്യ സ്വന്തം അമ്മാവനായ അതിപ്രശസ്ത കവി ശ്രീ നാലപ്പാട്ട് നാരായണമേനോനിൽ നിന്നുമാണെന്ന് അറിയുമ്പോൾ പിന്നെ അത്ഭുതപ്പെടേണ്ട ഒന്നുമില്ലല്ലോ. വീട്ടിൽ സന്ധ്യയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ബാലാമണിയമ്മയുടെ വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ, കാൺമതുണ്ടതാ തെല്ലാകലത്തിലൻ ജന്മഭൂമിയാം കാനനം മോഹനം. ഏത് മനസ്സിനെയും മതിക്കുന്ന ആ വരികൾ, എന്നെ വിശ്വസിക്കൂ, ഞാനിത് എഴുതുമ്പോൾ നിങ്ങളോട് പറയുമ്പോഴും ഓർമ്മകളുടെ നമ്പരങ്ങളാൽ കരച്ച് അടക്കാനാവാനേ പറ്റുന്നില്ല. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങളങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഞങ്ങൾ നാലുപേരും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ശ്രീ VM നായരെ പോലെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. എന്തിനധികം പറയണം, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെയോ ഞാൻ എൻ്റെ ഭാര്യയെയോ ഇതേമാതിരി സ്നേഹിച്ചതായി ഓർക്കുന്നേയില്ല. എന്ത് പറയുമ്പോഴും പിട്ടിന് തേങ്ങ ചേർക്കും പോലെ ബാല 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 എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ സ്കൂളിലെ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ ഔപചാരികമായി ക്ഷണിച്ചില്ലെങ്കിലും ബാലയുടെ കൂടെ ഞാനും തിരുനാളിലേക്ക് വരാം എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. ഈശ്വരാ, ഇങ്ങനെയൊരു ഭർത്താവോ! ഞാൻ മൂക്കിൽ വിരൽ വെച്ചു. കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു എഴുത്തുകാരനുമായി കുറച്ചുമുമ്പ് സംസാരിക്കവേ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ജി ശങ്കരക്കുറുപ്പിന് ആദ്യത്തെ ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ VM നായർക്ക് വല്ലാത്ത ഇച്ഛാഭംഗം ഉണ്ടായിത്രേ. ഞാൻ സംസാരിച്ച പ്രശസ്തനായ ആ എഴുത്തുകാരനടക്കം മറ്റു പല ജേർണലിസ്റ്റുകളെ കൊണ്ടും ബാലാമണിയമ്മയെക്കുറിച്ച് ബാല ദ ഗ്രേറ്റ് പോയറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ധാരാളം ലേഖനങ്ങൾ എഴുതിച്ചത്രേ. പക്ഷേ ആ മഹത്തായ അവാർഡ് നേടാതെ തന്നെ ബാലാമണിയമ്മ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. മകൾ മാധവിക്കുട്ടിക്കും ജ്ഞാനപീഠമോ നോബൽ സമ്മാനമോ കിട്ടാതെ മരണം പോകേണ്ടി വന്നു. മൂസത് മാഷും ഞാനും കൂടി ബാലാമണിയമ്മയുടെയും VM നായരുടെയും കൂടെ ചെലവഴിച്ച അമൂല്യ നിമിഷങ്ങൾ എനിക്കിപ്പോഴും വിശ്വസിക്കാനേ ആകുന്നില്ല. ആരായിരുന്നു ഞങ്ങളുടെ ആതിഥേയർ? ആരുടെ കയ്യിൽ നിന്നാണ് അവർ തന്നെ ഉണ്ടാക്കിയ ചായ വാങ്ങി കുടിച്ചത്? ഞാൻ ഭൂമിയിൽ നിന്ന് അല്പം ഉയരത്തിൽ നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നി. മൂസത് മാസ്റ്റർക്ക് എങ്ങനെയാണ് തോന്നിയത് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. 1971 1979 എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. സമാധാനത്തിനുള്ള ആ വർഷത്തെ നോബൽ സമ്മാനം നമ്മുടെ മദർ തെരേസയ്ക്കായിരുന്നു. അവർ ജന്മം കൊണ്ട് യൂഗോസ്ലാവിയക്കാരിയാണെന്ന് ഓർക്കുമല്ലോ. സമ്മാനം കിട്ടിയ ആ മാസം തന്നെ ഇന്ത്യൻ ജനത അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വെച്ച്
ഊഷ്മളവും അത്യുജ്വലവുമായ ഒരു സ്വീകരണം നൽകി. ആ സ്വീകരണ യോഗത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞ ആ വാചകം ഇപ്പോൾ ശ്രീമതി ബാലാമണി അമ്മയെക്കുറിച്ചും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ മെലിഞ്ഞുണങ്ങിയ സ്ത്രീയുടെ മുന്നിൽ നോക്കൂ, നമ്മളെല്ലാം എത്ര നിസ്സാരരാണ് എന്ന്. സ്വന്തം നിലയിൽ സമാനതയില്ലാത്ത കവിയത്രി, ലോകപ്രശസ്ത കവി നാലപ്പാട്ട് നാരായണമേനോൻ്റെ മരുമകൾ, ലോകപ്രശസ്തനായ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവിൻ്റെ ഭാര്യ, 7 പ്രാവശ്യം നോബൽ സമ്മാനത്തിന് നിർദ്ദേശിക്കപ്പെട്ട കമലാദാസ് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ അമ്മ, കോഴിക്കോട്ടാണെങ്കിൽ അവരുടെ മകൻ ഡോക്ടർ എൻ മോഹൻദാസ് ലോകപ്രശസ്തനായ ബോൺ സോഷ്യലിസ്റ്റും, ഇളയമകൾ ഡോക്ടർ സുലോചനയാകട്ടെ മൂന്നാറിലെ കണ്ണൻ ദേവൻ എന്ന ടാറ്റ TSHലെ ആകെ മാനുഷികത സമ്മാനിച്ച പ്രശസ്തയായ ഡോക്ടർ. പ്രശസ്ത കവി ശ്രീകുമാരൻ തമ്പി തൻ്റെ ഏതോ ഒരു പ്രശസ്ത സിനിമാ ഗാനത്തിൽ സൂചിപ്പിച്ച പോലെ, അവിടെ നടന്നാൽ ഭൂമി സ്നിഗ്ധമാകും. ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ബാലാമണിയമ്മ പ്രസംഗിക്കാൻ വന്ന ദിവസം ഞാൻ ഇന്നും കരതലാമലകം പോലെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ മിസ്റ്റർ നമ്പ്യാരുടെ കൂടെ ഞങ്ങളുടെ മലയാളം പ്രൊഫസർമാരായ ഞങ്ങൾ വാപ്പ എന്ന് വിളിക്കാറുള്ള വാസുദേവ പണിക്കരും ശ്രീ ഏട്ടണ്ണി രാജയും ഉണ്ടായിരുന്നു. ഒരിക്കൽ പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ NP ചെല്ലപ്പൻ നായർ സ്കൂളിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന ഞങ്ങളുടെ പ്രൊഫസർ വാസുദേവ പണിക്കരെ പറ്റി പറഞ്ഞ വാക്കുകൾ കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹം നടക്കുമ്പോൾ വിദ്യാർത്ഥികളെ ആരെയും ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നും. പക്ഷേ അവർ പോലും അറിയാതെ എല്ലാവരെയും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഈ എന്നെ വരെ ഒരിക്കൽ ഞങ്ങൾ കുറേ പേർ കുന്നുകൈ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കെ വാസുദേവ പണിക്കർ എന്നെ പേരെടുത്ത് വിളിച്ച് കൊണ്ട് ചോദിച്ചു, രാജഗോപാലൻ എന്താ ഈടെയായിട്ട് വല്ലാതെ പരവശമായിട്ടുണ്ടല്ലോ എന്ന്. അയാൾക്ക് ചിരിക്കണമെന്ന് തോന്നി, കരയണമെന്നും. ഇത് MT വാസുദേവൻ നായരുടെ മനോഹരമായ ഒരു ചെറുകഥ അവസാനിപ്പിക്കുന്ന രീതിയാണ്. അതേ വികാരമാണ് എനിക്കപ്പോൾ തോന്നിയത്. കാരണം ഞാനത്ര ശ്രദ്ധേയനായൊരു വിദ്യാർത്ഥിയേ ആയിരുന്നില്ല. എനിക്കാകട്ടെ ബന്ധുബലവും തീരെ കുറവാണ് താനും. ചെറുകാടിൻ്റെ മകൻ KP മോഹനും തിക്കോടിയൻ്റെ മകൾ പുഷ്പയും പ്രശസ്ത നാടക നടൻ വിക്രമൻ നായരും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു താനും. പ്രീ ഡിഗ്രിക്ക് എനിക്ക് മലയാളത്തിൽ 84% മാർക്കുണ്ടായിരുന്നു. അതോ മറ്റോ പ്രൊഫസറുടെ കണ്ണിൽ പെട്ടുവോ ആവോ, എനിക്കൊന്നും അറിയില്ല. പിന്നെ പ്രൊഫസർ ഏട്ടണ്ണി രാജയാണെങ്കിൽ ഞങ്ങളെയൊന്നും ഒരിക്കലും ശ്രദ്ധിച്ചായിട്ട് ഓർക്കുന്നേയില്ല. താഴെ ഏതോ BA ക്ലാസ്സിൽ പഠിച്ചിരുന്ന മുഹമ്മദ് നജീബ് ഏട്ടണ്ണി രാജയുടെ പിന്നാലെ എപ്പോഴും കാണാം. ഈ മുഹമ്മദ് നജീബ് പിന്നീട് ഒരു എഴുത്തുകാരനും യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായപ്പോൾ പേര് മാറ്റി MN കാരശ്ശേരി എന്നാക്കി. അദ്ദേഹം മുക്കത്തുകാരനായിരുന്നു. കേരളത്തിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് മുക്കം. ശ്രീ MN കാരശ്ശേരിയും അങ്ങനെ തന്നെ, അകവും പുറവും ഒരേപോലെ സുന്ദരൻ. മഹാപണ്ഡിതൻ കുട്ടികൃഷ്ണമാരാരെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നടപ്പ്. പിന്നെ പ്രൊഫസർ സുകുമാർ അഴീക്കോടിൻ്റെ കീഴിൽ ഗവേഷണം നടത്തി PhD എടുത്തതും മാരാർ സാഹിത്യത്തെപ്പറ്റി തന്നെ. ഇന്നും സാഹിത്യരംഗത്ത് നിവർന്ന നട്ടെല്ലും ചങ്കുറപ്പും നന്മയുള്ള വ്യക്തിയാണ് MN കാരശ്ശേരി. ഈയിടെ ഏതോ അവാർഡിൻ്റെ ഭാഗ്യമായി തനിക്ക് വിദേശത്ത് നിന്നെത്തിയ 2 ലക്ഷം രൂപ, അതൊരു വലിയ തുക തന്നെയാണ്, കൈകൊണ്ട് തൊടുക പോലും ചെയ്യാതെ പാലക്കാട് ജില്ലയിൽ കൊല ചെയ്യപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്ത 2 ആദിവാസി പെൺകുട്ടികളുടെ ബന്ധുക്കൾക്ക് അദ്ദേഹം നൽകുകയാണ് ചെയ്തത്. ഈ കാര്യം അത്ര ചെറുതാണെന്ന് ഞാൻ കരുതുന്നില്ല. പൂയ് കാശാണോ, ഇതിലെ വാ, എൻ്റെ പോക്കറ്റിലിട്ട് പോ, നീ എന്നെ കണ്ടില്ലെങ്കിൽ എൻ്റെ മക്കളുടെ പോക്കറ്റിലെങ്കിലും ഇട്ടുപോ എന്ന് കൂകിപ്പായുന്ന മഹാരഥന്മാരായ നേതാക്കന്മാരുള്ള നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ലോകപ്രശസ്തനായ അല്ലൻ പേറ്റൻ എന്ന മഹാൻ എഴുതിയ കേഴുക പ്രിയനാടേ, ക്രൈ മൈ ബിലവഡ് കൺട്രി എന്ന പുസ്തകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശ്രീമതി ബാലാമണിയമ്മയുടെ ഭർത്താവായ വടേക്കര മാധവൻ നായർ എന്ന VM നായരെക്കുറിച്ച് ധാരാളം അത്ഭുത കഥകൾ പ്രചാരത്തിലുണ്ട്. അതിൽ
ചിലത് മാത്രം ഞാൻ പറയട്ടെ. ആധുനിക മീഡിയ കണ്ട ഏറ്റവും കളർഫുള്ളായ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഗുരുവായൂർക്കാരനായ അദ്ദേഹം ചാവക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കവേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അല്പം താഴ്ത്തി കെട്ടി പറഞ്ഞ ഒരു അധ്യാപകനോട് ക്ലാസ്സിൽ വെച്ച് തുറന്ന ശണ്ട കൂടി സ്കൂൾ വിട്ടിറങ്ങി. നാട് വിട്ടു. സ്വയം തൊഴിലെടുത്ത് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ചു. അമേരിക്കയിലെ സ്റ്റാൻഡേർഡ് മോട്ടോഴ്സിൻ്റെ ഇന്ത്യൻ മുഖമായ വാൾഫോർഡ് മോട്ടോഴ്സിൻ്റെ കൽക്കത്ത ഓഫീസിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെന്ന് എനിക്കൊരു ജോലി തരൂ എന്നാവശ്യപ്പെട്ടു. വാട്ട് ഈസ് യുവർ സ്പീഡ് ബോയ് എന്ന സാഹിബിൻ്റെ ചോദ്യത്തിന് യുവർ സ്പീഡ് സർ എന്ന് കിടിലും മറുപടിയും കൊടുത്തു. ഒരു ഇന്ത്യൻ ചെറുപ്പക്കാരൻ്റെ അസാധാരണമായ ചൊടിയും തൻ്റെ ഇടവും കണ്ട സാഹിബ് VM നായരെ ഉടനെ ജോലിക്കെടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ അസാധാരണ പാഠവും ശുഷ്കാന്തിയും മൂലം പടിപ്പടിയായി ഉയർച്ചകളായിരുന്നു. യുദ്ധം കഴിഞ്ഞതോടെ സാമ്പത്തിക മാന്ദ്യം, അതായത് റിസഷൻ വന്നു. ഇന്ത്യയിലെ കാർ കമ്പനികളുടെ വിൽപ്പന പാടേ തകർന്നു. VM നായർ ജോലിയായിരുന്ന വാൾഫോർഡ് കമ്പനിയുടെ ഷോറൂമുകളിൽ ആയിരക്കണക്കിന് കാറുകൾ വിൽപ്പനയില്ലാതെ കെട്ടിക്കിടന്നു. തൻ്റെ കമ്പനിയെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ VM നായർ ബുദ്ധിപൂർവമായ ഒരു സ്കീം ഉണ്ടാക്കി കമ്പനിക്ക് സമർപ്പിച്ചു. കമ്പനി ഉടനെ അത് സമ്മതിച്ചു. കൽക്കട്ട, ഡൽഹി, ബോംബെ, ഇൻഡോർ, മദ്രാസ് തുടങ്ങിയ വൻ നഗരങ്ങളിലെ ടാക്സി യൂണിയനുകളെ സംഘടിപ്പിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ കാറുകൾ നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. 3 മാസത്തിനുള്ളിൽ വാൾഫോർഡ് കമ്പനിയുടെ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലുള്ള ഷോറൂമുകൾ കാലിയായി. മാത്രമല്ല, കാറ് വാങ്ങിയവരെല്ലാം നല്ല ഓട്ടം കിട്ടിയ ടാക്സി ഡ്രൈവർമാരായതിനാൽ 12 മാസത്തിനുള്ളിൽ പണമെല്ലാം അടച്ചു തീർത്തു. ഫലമോ, വടേക്കര മാധവൻ നായർ എന്ന VM നായർ വാൾഫോർഡ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആയി ഉയർത്തപ്പെട്ടു. മോട്ടോർ വാഹന മേഖലയിൽ എക്കാലത്തെയും അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു അത്. കേട്ടാൽ അവിശ്വസനീയമായ വിധം ഉദാര മനസ്സുള്ളൊരു വ്യക്തിയായിരുന്നു ശ്രീ VM നായർ. തൻ്റെ മക്കളായ ഡോക്ടർ മോഹൻ, കമല, സുലോചന എന്നിവയ്ക്ക് പഠനകാര്യങ്ങൾ കൂടാതെ സംഗീതം, സംസ്കൃത ഭാഷ എന്നിവയ്ക്ക് മലയാളികളെ കേരളത്തിൽ നിന്ന് വരുത്തി. അതോടനുബന്ധിച്ച് കേരളത്തിൽ നിന്ന് മലയാളികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു കൽക്കട്ടയിലേക്ക്, ബംഗാളിലേക്കും. വടക്കേ ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തിലേക്കും VM നായരുടെ ഒരു എഴുത്തുണ്ടെങ്കിൽ ജോലി കിട്ടാം എന്നായിരുന്നു അവസ്ഥ. പോരാ, തൻ്റെ ശമ്പളത്തിൻ്റെ സിംഹഭാഗവും കേരളത്തിലെ പൊതു സാമൂഹ്യ രംഗത്ത് നിസ്വാർത്ഥ സേവനം നടത്തിയിരുന്നവർക്ക്, പ്രത്യേകിച്ച് ശ്രീ VT ഭട്ടതിരിപ്പാടിനെ പോലെ ത്യാഗി വര്യന്മാർക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ വൻതുകകൾ മാസാമാസം മണി ഓർഡർ അയച്ചിരുന്നു. കേട്ടാൽ അവിശ്വസനീയമായി തോന്നും, പക്ഷേ 100% സത്യമാണ്. ഞാൻ ചിലരുടെ അടുത്ത് നേരിട്ട് ചെന്ന് ഈ കാര്യം അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ് എക്സിക്യൂട്ടീവുകളുടെ അമേരിക്കയിലെ വാഷിങ്ടണിൽ വെച്ചാണ് ഒരു സംഗമം നടന്നത്. ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ കെന്നഡി എന്ന വ്യക്തിയായിരുന്നു. കെന്നഡി തൻ്റെ പ്രസംഗത്തിൽ VM നായരുടെ പേരെടുത്ത് പറഞ്ഞ് സംസാരിച്ചു അത്രേ. ആ കോൺഫറൻസിനെ കുറിച്ച് VM നായർ മാതൃഭൂമി പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചതിൻ്റെ നേരിയ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. കോൺഫറൻസ് തുടങ്ങേണ്ടിയിരുന്നത് 10:30 പക്ഷേ 10:29 വരെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യം അവിടെ എവിടെയും കണ്ടില്ല. യാതൊരു ലാഞ്ചനയുമില്ല വരാനില്ല. അതാ കൃത്യം 10:30 പ്രസിഡന്റ് കെന്നഡി പ്രത്യക്ഷപ്പെട്ട് ഓരോ പ്രതിനിധിയുടെയും കൈപിടിച്ച് കുലുക്കുന്നു. എൻ്റെ അമ്മോ, കൃത്യനിഷ്ഠയുടെ ഒരു കൃത്യതയെ!